ഹായ് ഡിയേഴ്സ്, വൈകിട്ടത്തെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ. എന്നാൽ നമുക്കിനി അത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാൻ രണ്ട് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊണ്ടൊക്കെ കറുത്ത് പോയി കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. ഇനി ഇതിനെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരക്കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. റവയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അവിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഈ ഉടച്ചു വെച്ച പഴത്തിലേക്ക് നമുക്ക് കുതിർക്കാൻ വെച്ച അവിലും റവയും കൂടിയുള്ള മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ഇഡ്ഡലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം നന്നായിട്ട് പഴുത്തു പോയാൽ പിന്നെ ആരും കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇതിനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 3/4 വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് തുറന്നിട്ട് ഞാനൊരു ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ പുറത്തിങ്ങനെ. വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഒരു നിർബന്ധവും ഇടണമെന്ന്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം. തേങ്ങ ഇങ്ങനെ ഇടണമെന്നില്ല കേട്ടോ, ഇതെൻ്റെ കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ ചായക്കുള്ള പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
തൊലി കറുത്ത പഴമൊന്നും ആരും ഇപ്പം തിന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചോളും. ഇന്നിത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.